all, welcome back to Silent Learning. It's me, Anas Abdul Nazar. മക്കളെ എല്ലാവർക്കും സ്വാഗതം. മക്കളെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എവിടെയുള്ള നമ്മുടെ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു ചാപ്റ്ററുള്ള വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ സെറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ സെക്കൻഡ് ടൈം എക്സാമിനും ഫൈനൽ എക്സാമിനും ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക, സൂക്ഷിച്ചു വെച്ചേക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് കുറിച്ച് വെച്ചേക്കുക. മക്കളെ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാം. ഏതൊക്കെയാണ് ആ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാം. യെസ്, ഇവിടെ നോക്കടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് വെബ് ഹോസ്റ്റിംഗ്. നിങ്ങൾ കാണുമ്പോൾ നിസ്സാരമെന്ന് വിചാരിക്കും, പക്ഷേ ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. കാരണം മിക്കവാറും ചോദിക്കാറുണ്ട് വാട്ട് ഈസ് വെബ് ഹോസ്റ്റിംഗ്, എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയാം മക്കളെ? ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ സെക്ഷൻ എന്താ, ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? വെബ് ഹോസ്റ്റിംഗ് എന്നാണ്. വെബ് ഹോസ്റ്റിംഗ് എന്താണ്? വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് വെബ് സെർവർ അല്ലേ. വെബ് സെർവർ എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിന്റെ എല്ലാ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് മക്കളെ വെബ് സെർവർ എന്ന് പറഞ്ഞല്ലേ. ആ ഒരു വെബ് സെർവറിലാണെങ്കിൽ ഒരു വെബ്സൈറ്റ് സ്റ്റോർ ചെയ്യുന്ന, ഒരു വെബ്സൈറ്റിന് സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുക, ആ ഒരു സർവീസിനെ നമുക്ക് എന്ത് വിളിക്കാം? വെബ് ഹോസ്റ്റിംഗ് ആണ്. വെബ് ഹോസ്റ്റിംഗ് എന്ന് വിളിക്കും അല്ലെ. വെബ് ഹോസ്റ്റിംഗ് എന്ന് വിളിക്കാലോ, വിളിക്കാം. യെസ്, ഓക്കെ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതാണ്, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് മക്കളെയൊക്കെയാണ്. ഷെയർഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, VPS അഥവാ വിർച്വൽ പ്രൈവറ്റ് സെർവർ ഉണ്ട് അല്ലേ. എന്താണ് ഷെയർഡ് ഹോസ്റ്റിംഗ്? നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ പഠിപ്പിച്ചായിരുന്നു. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് വെബ്സൈറ്റ്സിലെ മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സിനെ ഒരു സിംഗിൾ വെബ് സെർവർ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ സ്പീഡ് കുറയും, അതായത് വളരെ ചീപ്പായിരിക്കും, പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണെന്ത്, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിംഗ് മെത്തേഡ് ആണെന്ത്, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതേപോലെ നെക്സ്റ്റ് ഹോസ്റ്റിംഗ് മെത്തേഡ് ആണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അഥവാ ഒരു ക്ലയന്റ് എന്റെ വെബ് സെർവർ അതിന്റെ എല്ലാ റിസോഴ്സിനെയൊക്കെ ലീസിന് എടുക്കുന്നു. അഥവാ ഒരൊറ്റ വെബ് സെർവറിന് ഒരു വെബ്സൈറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് എന്ത്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ് ഇത് ഒരിക്കലും മറ്റൊരു വെബ്സൈറ്റായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ഇത് ലാർജ് ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഒരുപാട് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ഇതാണ്. ഇവിടെ മാത്രം എന്ത് യൂസ് ചെയ്യത്തുള്ളൂ? ഈ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് യൂസ് ചെയ്യത്തുള്ളൂ അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ആണ് VPS എന്ന് പറയുന്നത്, വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറഞ്ഞാൽ. VPS എന്ന് പറയുന്നത് ഫിസിക്കൽ സെർവർ ആണ്. അതെന്താ മക്കളെ? സെവറൽ സർവേഴ്സ് ആയിട്ട് വിർച്വലി പാർട്ടീഷൻ ചെയ്യുന്നു. ഏത് ടെക്നോളജി ഉപയോഗിച്ച്? വിർച്വലൈസേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണെങ്കിൽ പാർട്ടീഷൻ ചെയ്യുന്നു. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? VPS എന്ന് വിളിക്കാം. ഓരോ VPS എന്താ മക്കളെ? ഒരു ഡെഡിക്കേറ്റഡ് സെർവറായിട്ട് സിമിലർ ആയിരിക്കും. ഓക്കെ. അപ്പൊ ആ ഒരു പോയിന്റ്സ് അവിടെ ഉൾക്കൊള്ളിക്കുക കേട്ടോ. യെസ്. അപ്പൊ VPSന്റെ കുറച്ച് എക്സാമ്പിൾസ്, VMware, വിർച്വൽ ബോക്സ്, ഫ്രീ VPS, യൂസർ മോഡ് ലിനക്സ്, മൈക്രോസോഫ്റ്റ് ഹൈപ്പർ-V ഒക്കെ എന്നാണ് എക്സാമ്പിൾസ് ഓഫ് വിർച്വൽ പ്രൈവറ്റ് സെർവറിന്റെ എക്സാമ്പിൾസ് ആണ്. ഓർത്തിരിക്കണം. ഓക്കെ. അപ്പൊ അതൊന്ന് ബ്രീഫായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ അല്ലെ. FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം നമ്മുടെ എക്സാമിന് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ടൈം എക്സാം ആയിക്കോട്ടെ, ഫൈനൽ എക്സാം ആയിക്കോട്ടെ. സെക്കൻഡ് ടൈം എക്സാം നിങ്ങൾക്ക് അറിയാം, കാരണം ഒരു ചാപ്റ്ററിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. കാരണം അവർക്ക് ഇത്രയും മാർക്ക്, ആകെ 2-3 ചാപ്റ്ററും കണ്ട് നമ്മുടെ ഈ പറഞ്ഞ PHP എന്നാണെങ്കിൽ ഏകദേശം ഒരു പകുതി സെക്ഷൻസ് ക്വസ്റ്റ്യൻ, ഒറ്റ ക്വസ്റ്റ്യനെ കഴിഞ്ഞ കൊല്ലം വന്നിട്ടുള്ളൂ സെക്കൻഡ് ടൈം എക്സാമിന്. എന്നാൽ തന്നെ PHP നമ്മൾ ആക്റ്റീവ് ബാച്ചിൽ എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ FTP എന്താണ്? FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടർ ഈ ഇന്റർനെറ്റ് ത്രൂ ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. അപ്പൊ എന്താണ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ? FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ, FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? റിമോട്ട് സെർവറുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ടാണെങ്കിൽ അവർ കമ്പ്യൂട്ടറിൽ നിന്ന് സെർവർ കമ്പ്യൂട്ടറിൽ ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ലേ. അപ്പൊ FTP എന്ത് ചെയ്യും മക്കളെ? യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ആണെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അത് വളരെ അൺസെക്യൂർ ആണ്. അപ്പൊ അതേപോലെ ഈ പറഞ്ഞ FTP ആണെങ്കിൽ SFTP പ്രോട്ടോകോൾ അഥവാ SSH FTP പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ആണെങ്കിൽ യൂസ് ചെയ്തിട്ട് ഈ യൂസർ നെയിമിന്റെ പാസ്വേഡിനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? എന്താണ്? സെക്യൂർ ആയിട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇതിനെ കോഡഡ് ഫോം ആക്കി കൺവേർട്ട് ചെയ്യല്ലേ. അപ്പൊ കോഡഡ് ഫോമാറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തുമായിരിക്കും? നമുക്ക് മറ്റൊരാൾക്ക് ഇത് വായിക്കാനോ അല്ലെങ്കിൽ റീഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല അല്ലെ. അതാണ് മക്കൾ എന്ത് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അല്ലെ. അതിന് എക്സാമ്പിൾസ് ഇവിടെ കുറിച്ച് വെക്കുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് 2 എക്സാമ്പിൾസ് ഓഫ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ. FTP ക്ലയന്റ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസുകൾ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. അപ്പൊ ഇവിടെ വെക്കാം, ക്യൂട്ട് ആണ്, ക്യൂട്ട് FTP. ഓക്കെ. ഫയൽസ് ഇല്ല, സ്മാർട്ട് FTP ഒക്കെ എന്താ മക്കളെ? നമ്മുടെ FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എക്സാമ്പിൾസ് ഉള്ള അത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കാം, എന്താണ് CMS മക്കളെ? എന്താണ്? എക്സ്പ്ലെയിൻ CMS അഥവാ കണ്ടന്റ്. എന്താണ്? കണ്ടന്റ് മാനേജ്മെന്റ്
സിസ്റ്റം എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാറില്ല കേട്ടോ. അപ്പം CMS എന്താണ് മക്കളെ? CMS എന്ന് പറഞ്ഞാൽ ഒരു വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. CMS എന്ന് പറഞ്ഞാൽ നമുക്കൊരു അട്രാക്റ്റീവ് വെബ്സൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണെന്ത് CMS എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത, ഒരു കോഡിംഗ് സ്കിൽ ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണെന്ത് CMS എന്ന് പറഞ്ഞല്ലേ. അപ്പൊ പ്രധാനപ്പെട്ട CMSന്റെ എക്സാമ്പിൾസിലൊക്കെ വേർഡ് പ്രസ്, ഡ്രൂപ്പാൽ, ജൂംല ഇതൊക്കെ എന്താണ് CMS സോഫ്റ്റ്വെയർസിന്റെ എക്സാമ്പിൾസുകളാണ്. ഓർത്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഇൻ 2 എക്സാമ്പിൾസ് ഓഫ് CMS ഇല്ലേ. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾസുകളെയൊക്കെ മക്കളെ തൊട്ട് മുന്നേ ഇവിടെ പറഞ്ഞതുള്ള എക്സാമ്പിൾസുകൾ അല്ലേ. എന്താണ്? വേർഡ് പ്രസ്, ഡ്രൂപ്പാൽ, ജൂംലയൊക്കെ എന്തുവാണ് നമ്മുടെ ഈ പറഞ്ഞ CMS സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസുകളാണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഫ്രീ ഹോസ്റ്റിംഗ്. മക്കൾ എന്താണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഓഫ് ചാർജ്. എന്താണ് ഫ്രീ ഓഫ് ചാർജിൽ ഒരു വെബ് ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞല്ലേ. അതായത് നമുക്ക് എന്താണ് ഒരു ഫയല് നമുക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓഡിയോ വീഡിയോ ഫയൽ ആയിക്കോട്ടെ, ഇപ്പൊ MB4 MB3 ഫയൽ ആയിക്കോട്ടെ, അതൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? കുറച്ച് റെസ്ട്രിക്ഷൻസുകളൊക്കെ ഉണ്ട്, ലിമിറ്റേഷൻസുകളുണ്ട്. ഇത്ര സൈസ് ഉള്ള പാടില്ല. അപ്പൊ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഒക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഹോസ്റ്റിംഗ് മക്കളെ എന്ത്? ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതെന്താ മക്കളെ? നമുക്ക് ലാർജ് ഓർഗനൈസേഷൻസിലും പറ്റത്തില്ല. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, ഫാമിലി യൂണിയൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ്സ് നമുക്ക് എന്ത് അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് ആണെന്ത്? ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എക്സാമ്പിൾസുകളൊക്കെ മക്കളെ sites.google.com, yola.com ഒക്കെ എക്സാമ്പിൾസ് ഓഫ് ഫ്രീ ഹോസ്റ്റിംഗ് ആണ്. ഓക്കെ, അതായത് നിങ്ങളിപ്പോ ഒരു സൈറ്റ് ഡെവലപ്പ് ആക്കുമ്പോൾ അതിന്റെ ഒപ്പം എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന ഡൊമൈൻസ് എന്താണ് കൂടെ വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ പേര് panas.sites.google.com എന്ന് വരും. അങ്ങനെ വരത്തുള്ളൂ കേട്ടോ. ഒരു വൃത്തി കാണത്തില്ല. നിങ്ങളുടെ സ്വന്തം വേണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ആക്കേണ്ടി വരും, ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് എടുത്ത് നോക്കാം. യെസ്, അപ്പൊ ഇത്രയാണ് മക്കളെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാല് എല്ലാം ഓക്കെ ആണ് മക്കളെ. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മക്കളെ, ഒരു ക്വസ്റ്റ്യൻ പറയാൻ വിട്ടുപോയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്താണ്? റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്താണ്? റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ക്രീൻ സൈസിന് സ്യൂട്ട് ആയിട്ടില്ലേ. കാരണം ഏവരി സ്ക്രീൻ സൈസ്, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ആക്കുകയാണ്, ആ വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിന് സ്ക്രീൻ സൈസിൽ സ്യൂട്ട് ആവുന്നു. അതേപോലെ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മൊബൈൽ സ്ക്രീൻ സൈസോട്ട് സ്യൂട്ട് ആവുന്നു. അപ്പൊ അത്തരത്തിൽ ആ സൈസോട്ട് മാച്ച് ആകുന്ന രീതിയിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ആക്കുക. ആ ടെക്നോളജി വിളിക്കുന്ന പേരാണ് റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്ന് പറയുന്നത്. പറയുന്നുണ്ട് റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് ഇസ് custom of building a website suitable to work on every device and every screen size, no matter how to large or small, mobile phone or desktop or television അല്ലേ. അപ്പൊ എന്താണ് റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏതൊക്കെ വേസിലാണ് മക്കളെ? 3 വേസിലാണ്. ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട്, ഫ്ലെക്സിബിൾ ഇമേജസ്, മീഡിയ ക്വയറീസ് അല്ലേ. യെസ്, അപ്പൊ ഈ ഒരു വേസിലാണ് റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പറഞ്ഞത് അല്ലേ. അപ്പൊ ഈ 3 വേസ് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഒരിക്കലും മിസ്സാക്കി കളയില്ല. എപ്പോഴും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ആണെങ്കിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കണ്ടു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് പറയാം. സോ ഒരിക്കലും മിസ്സാക്കി കളയില്. അപ്പൊ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് കാണാം. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ. അപ്പൊ അടുത്ത വീഡിയോ സാറ് കാണാം. ബൈ.